ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് പഞ്ഞി പോലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാതെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു പലഹാരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം 4 കപ്പോളം ദോശമാവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തലേന്ന് അരച്ച് വെച്ചിട്ട് ഫെർമെൻ്റ് ആയിട്ടുള്ള ദോശമാവ് നമുക്കിതിനായിട്ട് എടുക്കാം. അതല്ല, ലെഫ്റ്റ് ഓവർ ദോശമാവും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ബാക്കിയുള്ള ദോശമാവൊക്കെ ഉണ്ടാവുമല്ലോ, അതും വെച്ചിട്ട് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് അരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും ആകുന്നത് പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. അതായത് ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടി വേണ്ട, എന്നാൽ ദോശമാവിൻ്റെ അത്ര ലൂസായി പോകാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 മുട്ട ഇഷ്ടമല്ല എന്നാണെങ്കിൽ 1 മുട്ട ചേർത്ത് കൊടുത്താലും മതി. മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഈ ഒരു അപ്പം നല്ലതുപോലെ തന്നെ പൊങ്ങി വരും. മുട്ട ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 2 മുട്ട തന്നെ ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ലൈറ്റ് മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായിരിക്കും ഈ ഒരു പലഹാരത്തിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയൊരു പുളിപ്പും ലൈറ്റ് മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെടുക്കുന്ന ദോശമാവിൻ്റെ അളവിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇളം മധുരം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അധികം മധുരം വേണ്ട. നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, മുട്ട കൂടി ചേർത്തപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ട തീരെ ഇഷ്ടമല്ല എന്നാണെങ്കിൽ മുട്ട കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാകുമ്പം ലൈറ്റ് മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു അപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഒട്ടും തന്നെ എണ്ണയൊന്നും പുരട്ടി കൊടുത്തിട്ടില്ല. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഒന്നും പുരട്ടി കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെടുക്കുന്ന ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ആണെങ്കിൽ അല്പം നെയ്യ് തടവി കൊടുക്കാം. നെയ്യാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലോട്ട് നമുക്ക് 1/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മളിതിൽ മുട്ട ചേർത്തത് കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതിനുശേഷം അടച്ചിട്ട് വെറും 30 സെക്കൻഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഒരു സൈഡ് നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് അടച്ചിട്ട് 30 സെക്കൻഡേക്ക് മാത്രം ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഇതാ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിവിടെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കെല്ലാം പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല ഹോൾസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കുത്തായിട്ട് ഹോൾസ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ഉള്ളിൽ നല്ല പഞ്ഞി പോലെയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. അതുപോലെ തയ്യാറാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനി നമ്മൾ പഞ്ചസാര ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കിത് കറി കൂട്ടിയിട്ട് കഴിക്കാം. പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ലൈറ്റ് മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. ചായയുടെ കൂടെയൊക്കെ അങ്ങനെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു കറിയുടെ ആവശ്യമില്ല. ഏത് നേരത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ ആരും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.